കില്ലാടികളെ അങ്ങനെ നമ്മൾ എഗെയിൻ വന്നിരിക്കാട്ടാ. സോറി ഇംഗ്ലീഷ് മാറി എന്ന് സംബന്ധിച്ച് നമ്മളും വിചാരിക്കാൻ റെഗുലർലി വീഡിയോ ഒക്കെ ചെയ്യണമെന്നില്ല, പക്ഷേ നടക്കണില്ലാട്ടാ. എന്താ ഓരോ തിരക്ക് കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ സംഭവമായിക്കൊണ്ടിരിക്കണേ. അപ്പോഴാണ് ഇല്ലാടല്ല നോക്കുമ്പോൾ നമ്മുടെ ട്രെൻഡിങ് നമ്മള് ഫുള്ള് ട്രെൻഡിങ് ആയിട്ട് എന്താ വെച്ചാൽ ഈ ട്രെൻഡിങ്ങിൽ പുള്ളിക്കാരൻ നിന്നോണ്ടിരിക്കുകയാണ്. നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും. കാണാത്തവരായിട്ട് ഇൻസ്റ്റാഗ്രാം യൂസ് ചെയ്യണം ആരും പുള്ളിക്കാരൻ കണ്ടിട്ടുണ്ടാവാൻ ചാൻസ് ഇല്ല, എന്താണെങ്കിൽ കാണാതിരിക്കാൻ ചാൻസ് ഇല്ല. ഞാൻ പറഞ്ഞു വന്നാരെന്ന് മനസ്സിലായില്ല. ഒരു വേദനിക്കുന്ന ഒരു കോടീശ്വരൻ നമ്മുടെ എന്താ വെച്ചാൽ അൻവിൻ ജോയ് എന്ന പുള്ളിക്കാരൻ, അൻവിൻ ജോസ് എന്നാണ് പുള്ളിക്കാരന്റെ പേര്. പുള്ളിക്കാരൻ എന്താ വെച്ചാൽ ഫുള്ള് മോട്ടിവേഷൻ സ്പീക്കർ എന്ന് പറഞ്ഞാൽ ആളുടെ ഒരു ലൈഫ് സ്റ്റൈൽ തന്നെ മോട്ടിവേഷൻ ആക്കാനില്ലടല്ലേ. എന്താ വെച്ചാൽ അതാണ് ഇതാണ് പൈസ ഉണ്ടാക്കണം, മറ്റേതാണ് മറിച്ചാന്നൊക്കെ ഓക്കെ നല്ലതാണ് ഇല്ലടല്ലേ. പക്ഷേ ആൾ പറഞ്ഞതിൽ ചില മിസ്റ്റേക്കുകളുണ്ട് ഇല്ലടല്ല. എന്താ വെച്ചാൽ പുള്ളിക്കാരൻ പറഞ്ഞു നമ്മൾ സിഗ്മയാണ്, എനിക്ക് അത്ര വണ്ടികളുണ്ട്, എനിക്ക് അത്ര പൈസ ഉണ്ട്, അതിൻ്റെ ഇതൊക്കെ പറഞ്ഞു സംഭവം പിന്നെയാണ് മനസ്സിലായില്ല അതെല്ലാം ഫേക്ക് ആണെന്ന്. ഇപ്പൊ ഫുള്ള് ഇൻസ്റ്റാഗ്രാമിൽ നോക്കുമ്പോൾ മിന്നുന്നതെല്ലാം പൊന്നല്ല എന്ന് പറഞ്ഞിട്ട് ആൾക്കാർ മൊത്തം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മനസ്സിലായി, മിന്നുന്നതെല്ലാം പൊന്നല്ല എന്ന് പറഞ്ഞിട്ട് ആൾക്കാർ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഞാൻ നോക്കിയിട്ട് ഇതുകൊണ്ട് എന്തുകൊണ്ട് നമ്മൾ റിയാക്ട് ചെയ്തുകൂടാന്ന്. അപ്പൊ ഇതിന്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ എന്താ വെച്ചാൽ ഒരു ഡോക്ടർ, പുള്ളിക്കാരൻ്റെ പേര് എനിക്ക് അറിയില്ല, അത് ആളുടെ ക്രെഡിറ്റ് ആണ്. എന്താ വെച്ചാൽ ആൾ അത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് കണ്ടുപിടിച്ച് പുള്ളിക്കാരൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ പറഞ്ഞത്. അപ്പൊ ഞാൻ കണ്ടിട്ട് വെക്കാൻ പ്ലാൻ ഇല്ല. സംഭവം ഞാൻ എന്താ വെക്കാനുള്ളത് ഉദ്ദേശിച്ചത് കേട്ടെങ്കിൽ നമ്മുടെ ഈഗിൾ ഗെയിമിംഗ് അറിയാലോ, നമ്മുടെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഈഗിൾ ഗെയിമിംഗ് അരിന്ത് വാസു. അപ്പൊ എന്താ വെച്ചാൽ ഈഗിൾ ഗെയിമിംഗ് പുള്ളിക്കാരനെ ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്റർവ്യൂ പറഞ്ഞു കഴിഞ്ഞാൽ ഇല്ല, പോഡ്കാസ്റ്റിൽ ഈഗിൾ ഗെയിമിംഗ് പോഡ്കാസ്റ്റിൽ ആൾ വന്നിട്ടുണ്ടായിരുന്നു. ആ വന്ന സമയത്ത് എന്താ വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരൻ അതിനെ കുറിച്ചൊക്കെ സംസാരിച്ച് കുറെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ പുള്ളിക്കാരൻ വണ്ടിനെ കുറിച്ച്, പുള്ളിന്റെ ലക്ഷ്യ ലൈഫിനെ കുറിച്ച്, ബാക്കി പരിപാടിനെ എല്ലാത്തിനെ കുറിച്ച്. അപ്പൊ നമ്മുടെ അൻവിൻ ജോസ് എന്താ സംഭവം ചോദിച്ചു കഴിഞ്ഞാൽ ഫുള്ള് എന്താ വെച്ചാൽ ഞാൻ അങ്ങനെ ആയിരുന്നു ഇങ്ങനെ ആയിരുന്നു, എനിക്ക് അത്ര പൈസ ഉണ്ട്, എനിക്ക് ഇത്ര കാർ കണ്ട്, അവിടെ വലിയ വില്ലുണ്ട്, ഇവിടെ ഉണ്ട്, പരിപാടി ഉണ്ട്, അത് നോക്കട്ടെ കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. സത്യം ഞാനൊരു കാര്യം ആദ്യം പറയില്ലടല്ല. എന്ന് വെച്ചാൽ നമ്മളെ സത്യമായി സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്ന ആൾക്കാരെ മണ്ടന്മാരെ. എന്ന് വെച്ചാൽ നമ്മൾ ഇതൊക്കെ കണ്ടിട്ട് വിശ്വസിച്ച് നിൽക്കണവര്. പിന്നെ അൻവിൻ ജോസ് എന്തൊക്കെയോ പരിപാടിയൊക്കെ പറഞ്ഞോട്ടോ. എന്ന് വെച്ചാൽ ബിസിനസ് ടാക്ടിക്സ് അതൊക്കെ നമുക്ക് പഠിപ്പിക്കാൻ നമ്മുടെ ഒരു കോഴ്സ് ഉണ്ട്, അങ്ങനെ കുറെ സംഭവങ്ങൾ പറയുന്നുണ്ടായിരുന്നു. അതെന്തോ ഞാൻ ഈഗിൾ ഗെയിമിംഗ് സംഭവം ഈഗിൾ ഗെയിമിംഗിന് ഈ ഒരു പോഡ്കാസ്റ്റിനെ കുറിച്ച് കുറെ സോഷ്യൽ മീഡിയയിൽ വന്ന ശേഷം ഈഗിൾ ഗെയിമിനെ സൈബറിൽ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങി. എന്ന് വെച്ചാൽ പുള്ളിക്കാരൻ്റെ അക്കൗണ്ടിലോട്ട് മെസ്സേജ് അയക്കുക, വൈഫിന്റെ അക്കൗണ്ടിലോട്ട്, കസിൻസ് അക്കൗണ്ടിലോട്ട് മെസ്സേജ് അയക്കുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പൈസ മേടിച്ചിട്ട് അൻവിൻ ജോസിന് പൈസ മേടിച്ചിട്ട് നിങ്ങൾ മറ്റേ പോഡ്കാസ്റ്റ് ചെയ്തു എന്നൊക്കെ പണ്ട് കുറേ പ്രശ്നങ്ങൾ. അപ്പൊ ഈഗിൾ ഗെയിമിംഗ് പറയുന്നില്ല, നമ്മുടെ പരുന്തുവാസ് പറയുന്നുണ്ട്, ഞാൻ ഇപ്പൊ പുള്ളിക്കാരൻ്റെ ഇപ്പൊ അൻവിൻ ജോസ് എന്ന് പറഞ്ഞാൽ പുള്ളിക്കാരൻ്റെ അല്ലെങ്കിൽ പുള്ളിക്കാരൻ്റെ കമ്പനി ഒരു പൈസ പോലും വാങ്ങിയിട്ടില്ല. അങ്ങനെ പൈസ വാങ്ങിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രൂഫ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തെളിയിച്ച് ചെയ്യാൻ ഞാൻ ഈ പരിപാടി നിർത്താന്ന് പറയുന്നത്. മനസ്സിലായില്ലേ, ഈ പരിപാടി ഞാൻ ഫുള്ളായി നിർത്താം എന്നാണ് പറയുന്നത് നമ്മൾ ഈഗിൾ ഗെയിം. അപ്പൊ അതിന്റെ ചെറിയൊരു ക്ലിപ്പ് ഉണ്ടല്ലോ, അത് ഞാൻ വെക്കാം ആദ്യം. ഓക്കെ, പറയുവാണ് അൻവിന്റെ സൈഡിൽ നിന്നോ അൻവിന്റെ കമ്പനി എന്തിന്റെ സൈഡിൽ നിന്നാണെങ്കിലും ₹1 ഞാൻ എന്റെ കൈകൊണ്ട് മേടിച്ചിട്ടുണ്ടെന്ന് ഒരു തെളിവോ അല്ലെങ്കിൽ ഒരു പ്രൂഫ്, എന്റെ ബാങ്ക് അക്കൗണ്ട്സ് മൊത്തം ഞാൻ തരാം, എല്ലാം തരാം. ഈ കിക്കിലെ ചാനൽ, യൂട്യൂബിലെ ചാനൽ, ഇൻസ്റ്റാഗ്രാം, എന്റെ സോഷ്യൽ മീഡിയ മൊത്തം ഡിലീറ്റ് ചെയ്യും. ഇത്രയും പേരുടെ മുമ്പിൽ വെച്ച് ഞാൻ പറയാണ്, എന്റെ സോഷ്യൽ മീഡിയ ₹1 ഞാൻ ഇൻവെസ്റ്റ്മെന്റ് അൻവിന്റെ കയ്യിൽ നിന്ന് മേടിച്ചിട്ടുണ്ടെങ്കിൽ എന്റെ സോഷ്യൽ മീഡിയ മൊത്തം ഞാൻ ഡിലീറ്റ് ചെയ്യും. പക്ഷേ ഈ കണ്ടന്റ് ഇട്ട് എല്ലാവരും തെളിയിക്കണം, ഞാൻ അവന്റെ കയ്യിൽ നിന്ന് പൈസ മേടിച്ചിട്ടുണ്ട് എന്ന് തെളിയിക്കണം. അത് നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റിയാ. തെളിയിച്ചില്ലെങ്കിൽ ഈ കോണ്ടന്റ് ഇട്ട കുറച്ച് ആൾക്കാർ, എന്റെ ഫോട്ടോയും എന്റെ തലയും വെച്ച് ഇട്ട കോണ്ടന്റ് ഇട്ട ഇവിടുത്തെ കുറച്ച് പ്രമുഖന്മാരുടെ എല്ലാം വീട്ടിൽ ഞാൻ നോട്ടീസ് അയക്കും. ഒരു സംശയമില്ല. യു ഹാവ് ടു പ്രൂവ് ഞാൻ പൈസ വാങ്ങിച്ചിട്ടുണ്ട് എന്ന് തെളിയിക്കണം. തെളിയിച്ചില്ലെങ്കിൽ ഞാൻ 3 ദിവസം സമയം തരാം. 3 ദിവസത്തിനകത്ത് സമയം തരാം. ഞാൻ അല്ലെങ്കിൽ ഞാൻ അത് കഴിയുമ്പോഴത്തേക്കിന് ഞാൻ മേടിച്ചിട്ടുണ്ടെന്ന് തെളിയിച്ചാൽ ഞാൻ തന്നെ എല്ലാം ഡിലീറ്റ് ചെയ്ത് പൊക്കോളാം. മേടിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഞാൻ ഡിഫേമേഷൻ കേസ് ഫയൽ ചെയ്യും. അത് എനിക്ക് വേറെ ഇത് ഭീഷണിയൊന്നും അല്ല ബ്രോ. എന്നെ ഇത് നല്ല രീതിയിൽ അഫക്ട് ചെയ്ത്, ഇത് കുറച്ച് ദിവസമായിട്ട് നല്ല രീതിയിൽ അഫക്ട് ചെയ്ത്. ഈ ഇന്നലെ 6 മണി തൊട്ട് എന്നെ കുറച്ച് പേര് ഫോൺ വിളിച്ചും കുറച്ച് പേര് ഫേക്ക് അക്കൗണ്ട്സ് ഉണ്ടാക്കിയും എന്റെയും എന്റെ വൈഫിന്റെയും എന്റെ കസിൻസിന്റെ എല്ലാ അക്കൗണ്ടിൽ വന്ന് ഇതാക്കി എന്റെ സ്ക്രീൻഷോട്ട്സും ഇതെല്ലാം എടുത്ത് വെച്ചിട്ട് എനിക്കുണ്ടായ മെന്റൽ ഹറാസ്മെന്റിന് ഞാൻ ഉറപ്പായിട്ടും കേസ് കൊടുക്കും. അപ്പൊ അതാണ് കില്ലാടല്ല സംഭവം. ഇത് നമ്മൾ ഷോർട്സ് കണ്ടതാണ്, ഈഗിൾ ഗെയിമിന്റെ സൈൻ പേജിൽ കണ്ടതാണ്. എന്താ വെച്ചാൽ സത്യമാണ് കില്ലാടല്ല. പുള്ളിക്കാരനെ വെച്ചിട്ട് എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു പോഡ്കാസ്റ്റ് നടത്തിയതിന് പുള്ളിക്കാരൻ അങ്ങനെയാണ് ഇല്ലെങ്കിൽ ഇങ്ങനെയാണ് പൈസ മേടിച്ചിട്ട് ചെയ്തെന്നൊക്കെ പറയേണ്ട ആവശ്യമേ ഇല്ല സത്യം പറഞ്ഞാൽ. അപ്പൊ ഈഗിൾ ഗെയിമിംഗ് പറഞ്ഞ ശരിയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ എന്താ വെച്ചാൽ എന്റെ പേരിൽ പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ കിക്കിൽ ചാനലിനെ കുറിച്ച് അറിയാലോ, ഈ പിന്നെ അതുപോലെ യൂട്യൂബ് ചാനൽ, പിന്നെ സോഷ്യൽ മീഡിയ, എല്ലാ സോഷ്യൽ മീഡിയ ചാനലും നമ്മൾ ഡിലീറ്റ് ചെയ്യും. പക്ഷേ നിങ്ങളത് പ്രൂവ് ചെയ്യണം, ഞാൻ ഇങ്ങനെ പൈസ മേടിച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ റിയാക്ട് ചെയ്ത ആൾക്കാരൊക്കെ നമ്മളില്ലാതെ പുള്ളിക്കാരൻ സപ്പോർട്ട് ചെയ്ത് റിയാക്ട് ചെയ്ത്, പുള്ളിക്കാരൻ സപ്പോർട്ട് ചെയ്യാതെ റിയാക്ട് ചെയ്ത കുറെ പേരുണ്ട്. അപ്പൊ അവർക്കെതിരെ പറയണം, നിങ്ങൾ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് അതിനുള്ള തെളിവ് നിങ്ങൾ കാണിച്ചാൽ, ഇല്ലെങ്കിൽ നമ്മൾ അതിനനുസരിച്ചുള്ള എന്താണ് നടപടികൾ നിങ്ങൾ നേരിടേണ്ടി വരുന്നതാണ് ഇതിന്റെ ഉദ്ദേശം എന്നാണ് ഈഗിൾ ഗെയിമിംഗ് പറയുന്നത്. അപ്പൊ അത്രയുള്ള നമ്മൾ ഒരിക്കലും ഒരാളുടെ ഒരു സംഭവം കാണാതെ നമ്മൾ ഒരിക്കലും പറയാൻ പറ്റില്ല. മനസ്സിലായില്ലേ, അത് ഉള്ളതാണ്. പിന്നെ നമ്മുടെ അൻവിൻ ജോസിനെ കുറിച്ച് പറയാനുള്ള, അൻവിൻ ജോസിനെ കുറിച്ച് പുള്ളിക്കാരൻ കുറെ പറഞ്ഞു. പുള്ളിക്കാരൻ ഇപ്പൊ പ്രൊഫൈലൊക്കെ ഞാൻ നോക്കിയിട്ടില്ല, അപ്ഡേറ്റും കാര്യങ്ങളൊന്നും വലുതായിട്ട് വന്നിട്ടില്ല. അപ്ഡേറ്റ് എന്നാലും വരട്ടെ.
എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പുള്ളിക്കാരെ കുറ്റം പറയാനില്ല കേട്ടോ. എന്ന് വെച്ചാൽ ഞാൻ ആളെ കുറ്റം പറയുന്നില്ല. എന്ന് വെച്ചാൽ നമ്മൾ ഈ സോഷ്യൽ മീഡിയ വിശ്വസിച്ച് ആളെ എങ്ങനെ പൊക്കി കൊണ്ടുവന്നില്ലേ, അവരെന്നെ മണ്ടന്മാരെ അല്ല ഒരിക്കലും പറയുന്നില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ പുള്ളിക്കാരനെ കുറ്റം പറയുകയാണെങ്കിൽ നമ്മൾ പല രാഷ്ട്രീയക്കാരും കുറ്റം പറയും. എന്ന് വെച്ചാൽ നമ്മൾ അത് ചെയ്യാൻ വേണ്ടാണ് ഓരോരുത്തർ വന്നിരിക്കുന്നത്. അപ്പൊ നമ്മൾ അവരും കുറ്റം പറയുന്നതല്ലേ, അതൊക്കെ അത്ര ഉള്ളിലല്ലേ, അതൊക്കെ നമ്മൾ വിട്ട് കളയാ, മനസ്സിലല്ലേ. അപ്പൊ അതേ പറഞ്ഞല്ലോ, അഞ്ജു ജോസിന്റെ ഭാഗത്തുനിന്ന് നമുക്കൊരു റെസ്പോൺസ് കിട്ടട്ടെ എന്നിട്ട് ഞാൻ പറയാം. അതിന് മുമ്പ് ഈഗിൾ ഗെയിമിന്റെ പ്രശ്നം നമുക്ക് തീർക്കാൻ ചെയ്തിട്ടല്ലേ. എന്തായാലും അപ്ഡേറ്റ് വരുമ്പോൾ ഞാൻ അറിയിക്കാം. അപ്പൊ അത്രേ ഉള്ളൂ. ഇനി റെഗുലർ ആയിട്ട് നമ്മുടെ ചാനൽ വീഡിയോസ് വരുന്നില്ല, ഇനി സ്റ്റേ ട്യൂൺ ചെയ്തിരിക്കുക, അതേ പറയുന്നുള്ളൂ. അപ്പോൾ നമ്മളൊരു റൂം സെറ്റ് ആക്കിയിട്ടുണ്ട്, കുറച്ചുകൂടി പരിപാടി ഉണ്ട്, സെറ്റ് ആക്കും. അപ്പോൾ അത്രേ ഉള്ളൂ.